നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അക്രമം. കയ്പമംഗലം ചളിങ്ങാട് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്. എടത്തിരുത്തിയിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് ഏകപക്ഷീയ നിലപാടെടുക്കുന്നു എന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ മതിലകത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടന്നു. കയ്പമംഗലം കൊപ്രക്കളത്തെ അനധികൃത ബാർ പൂട്ടാനുള്ള ഗ്രാമസഭാ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചു. വാർത്തകൾ വിശദമായി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും അക്രമം. കയ്പമംഗലം ചളിങ്ങാട് മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്. ആക്രമണത്തിൽ വീടിന്റെ മുൻവശത്തെ 2 ജനൽപാളികൾ തകർന്നു. ചളിങ്ങാട് പുതിയ വീട്ടിൽ മുസ്തഫയുടെ വീടിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഏതാനും നാളുകളായി മതിലകം പോലീസ് പരിധിയിലെ എടത്തിരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം എന്നീ പ്രദേശങ്ങളിൽ അക്രമം പതിവായിരിക്കുകയാണ്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചെന്ത്രാപ്പിന്നി എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉപവാസം നടത്തി. ചെന്ത്രാപ്പിന്നിയിൽ നടന്ന ഉപവാസ സമരം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി സുനിൽ അന്തിക്കാട്, DCC അംഗം CS രവീന്ദ്രൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, സജയ് വയനപ്പള്ളി, KK രാജേന്ദ്രൻ, ഉമറുൽ ഫാറൂഖ്, PD സജീവ്, PM നസീർ, AK ബാലൻ എന്നിവർ സംസാരിച്ചു. അല്ലാതെ ജനാധിപത്യത്തിൽ പരാജയപ്പെട്ടാൽ കുറുക്കു വഴിയിലൂടെ അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്ന രീതിയിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ശാരീരികമായി പോലും വകവരുത്തുവാനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ മാന്യമായി പ്രതിപക്ഷത്തിൽ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീമതി ഇന്ദിരാഗാന്ധി പോലും പരാജയപ്പെട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തിരുന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അന്ന് കോൺഗ്രസും ശ്രീമതി ഇന്ദിരാഗാന്ധിയും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും 1980 തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും അധികാരത്തിൽ കൊണ്ടുവന്ന കാലം നമുക്കറിയാം. കോൺഗ്രസ് അല്ലാത്ത ഗവൺമെന്റുകൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഈ രാജ്യം തകർന്നിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ ചാമക്കാലയിൽ നിർമ്മിച്ച ഉദയശ്രീ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ നിർവഹിച്ചു. രാജ്യത്ത് പിറന്നു വീണ ഒരു കുഞ്ഞിന് അവന് പ്രൈമറി മുതൽ +2 വരെയുള്ള +2 അടക്കമുള്ള വിദ്യാഭ്യാസം ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുടക്കീഴിൽ ചേർന്നിരിക്കുകയാണ്. അതായത് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. ആ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളിൽ ഏറ്റവും നൂതനമായ അറിവോടുകൂടിയുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഇനി നമ്മളാണ് അത് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിക്കുക എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പലപ്പോഴും അത് ഉപയോഗിക്കാതെ പോകുന്നു എന്നുള്ള സത്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിത്രം കേവലം 5 or 10 കുട്ടികൾക്ക് വേണ്ടി 2 ചേച്ചിമാർ നടത്തുന്ന ഒരു സംവിധാനം. ആ 2 ചേച്ചിമാരുടെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് 10 കുട്ടി വേണമെങ്കിൽ വന്ന ഒരു പക്ഷേ ഉണ്ടായി മതി, അല്ലെങ്കിൽ ഉണ്ടായിണ്ടാവില്ല എന്നൊരു ധാരണപ്പുറത്താണ് നമ്മുടെ മനസ്സിൽ. പ്രിയമുള്ളവരെ, അംഗൻവാടി എന്ന് പറയുന്ന മഹസ്ഥായ സംരംഭത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം അവിടെ മാത്രമല്ല. കേവലം അംഗൻവാടിയിലേക്ക് വരുന്ന കുട്ടികളുടെ മാത്രം പരിചരണമല്ല, അത് നേരിട്ടുള്ള പ്രവർത്തനം മാത്രമാണ്. അല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒട്ടനവധിയാണ്. മുലയുണ്ടെന്ന അമ്മമാരായാലും വേണ്ടില്ല, ഗർഭിണികളായാലും വേണ്ടില്ല, അതുപോലെ തന്നെ കൗമാരപ്രായ പെൺകുട്ടികളായും വേണ്ടില്ല, ഒട്ടനവധി സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുന്ന രീതിയിലേക്കാണ് അംഗൻവാടികളുടെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഗഫൂർ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, പഞ്ചായത്ത് അംഗങ്ങളായ PK ഹംസ, ബുഷ്ര സലീം, PM അബ്ദു, GMHSS പ്രിൻസിപ്പാൾ കൊച്ചു ത്രേസ്യ, പ്രധാനാധ്യാപിക MR ജയശ്രീ, PA മൊയ്തു എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്തുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് ഏകപക്ഷീയ നിലപാടെടുക്കുന്നു, BJP പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നു എന്നാരോപിച്ച് BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മതിലകം പുതിയകാവിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മതിലകം സെന്ററിൽ പോലീസ് തടഞ്ഞു. BJP
കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പോണത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. പത്രമാധ്യമങ്ങളില് കൊടുങ്ങല്ലൂരിന്റെ കയ്പമംഗലത്തിന്റെ വിവിധ മേഖലകളില് രാഷ്ട്രീയ അയിത്തം കൽപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ മറവില് ചില കോമാളിത്തരങ്ങൾ നടക്കുന്ന അവസ്ഥ, ആ കോമാളിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസിന്റെ നിഷ്ക്രിയത്വം, ആ നിഷ്ക്രിയത്വം മൂലമാണ് ഒരു പരിധിവരെ എടത്തിരുത്തി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളില് അക്രമം അഴിഞ്ഞാടുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി മുന്നോട്ടിറങ്ങാനുണ്ടായ സാഹചര്യം. നമുക്കറിയാം, ഒട്ടനവധി സംഭവവികാസങ്ങള് കൊടുങ്ങല്ലൂര്, കയ്പമംഗലം, എടത്തിരുത്തി, പെരിഞ്ഞനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ 2 പ്രവർത്തകന്മാരെ വീടടിച്ചു വിളിച്ചുകൊണ്ടാണ് എടത്തിരുത്തി പഞ്ചായത്തില് വീടാക്രമണത്തിന് തുടക്കം കുറിച്ചത്. BJP എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി TR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജ്യോതി ബാസ് തേവർക്കാട്ടിൽ, TB സജീവൻ, EK ദാസൻ, KA മനോജ്, അജേഷ് കക്കറ, KP ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട DYSP PA വർഗീസിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ 111ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനാചരണവും അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. 111 വർഷം കാലമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയം, അതിന്റെ ചരിത്രം ഈ നാടിനോടൊപ്പം നടന്ന ചരിത്രമാണ്. ഈ സ്ഥാപനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഈ പ്രദേശത്തെ ജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ബദ്ധശ്രദ്ധരായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇവിടുത്തെ അധ്യാപകന്മാരും അധ്യാപികമാരും എല്ലാം, പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളും എല്ലാം ചേർന്നുകൊണ്ടുള്ള കൂട്ടായ്മ ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാലയങ്ങളുടെ പ്രവർത്തന മികവിൽ ഈ ഘടകങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു വിദ്യാലയം നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമായി മാറുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ അതിൽ നിന്നെല്ലാം വിമുക്തമാക്കി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും അതിനേക്കാൾ ഉപരിയായി കുട്ടികളുടെ സ്വഭാവ സവിശേഷത വളർത്തിയെടുക്കാനുമൊക്കെ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിന് സാധിക്കേണ്ടതുണ്ട്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഉഷ പ്രകാശൻ, TP രഘുനാഥ്, വിനീത മോഹൻദാസ്, PTA പ്രസിഡന്റ് CK ഗിരിജ, പ്രധാനാധ്യാപിക VS ദീപ എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സഹകരണത്തോടെ മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി വനിതകൾക്കായി സൗജന്യ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏതോ ഒരു പ്രത്യേക ചിന്താഗതിയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ നമ്മുടെ ജീവിത ശൈലിയൊക്കെ തന്നെ നമ്മൾ മാറ്റിമറിച്ചതിന്റെ ഭാഗമായി നമ്മറിയാതെ തന്നെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിത്തീരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറെക്കുറെ ആളുകൾക്കും ഇതൊക്കെ തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഈ സദസ്സിൽ നിന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളെയൊക്കെ മനസ്സിൽ ചിത്രത്തിലുണ്ടാവും അല്ലേ? നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മണ്ണിൽ അരിഞ്ഞു ചേരുന്നില്ല, എത്ര കാലം വേണമെങ്കിലും ആ മണ്ണിനടിയിൽ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണ് വളരെ അധികം ഒരു നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ആയിത്തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മണ്ണിൽ തന്നെ നമ്മളെ വല്ലതും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ തന്നെ മുൻകാലങ്ങളിൽ വെറുതെ കുഴിച്ചിട്ടാൽ ഉണ്ടാകുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇന്നതൊക്കെ തന്നെ മണ്ണിൽ വളരാത്ത ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ മണ്ണൊക്കെ തന്നെ മലിനമായി തീർന്നിരിക്കുകയാണ്. വെള്ളം പോയതുപോലെ തന്നെ മണ്ണൊപ്പം. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് കോർഡിനേറ്റർ TK മീരാബായ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഗോപിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, പഞ്ചായത്ത് അംഗം OS ജെൻട്രിൻ, ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് അനിൽ കിള്ളിക്കുളങ്ങര, CDS ചെയർപേഴ്സൺ ഹേമലത ഗോപാൽ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.